ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രി ഡേയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് നമ്മൾ എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായമാണ്. അതെ, വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായം. തീർച്ചയായും വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ വിളിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിലെ ശരിക്കും പറഞ്ഞാൽ സംഭവബഹുലമായൊരു ഏടാണിത്. അദ്ദേഹത്തിന്റെ ആ വിശ്വാസം, പിന്നെ ധൈര്യം, ദൈവത്തിലുള്ള ആ ഒരു അചഞ്ചലമായ ആശ്രയം, അതെല്ലാം ഈ അധ്യായത്തിൽ നമുക്ക് മിഴിവോടെ കാണാൻ പറ്റും. ശരിയാണ്. അപ്പോ ഈ അധ്യായം നമുക്ക് തരുന്ന ആത്മീയ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ അതൊക്കെ എങ്ങനെ ഒരു വെളിച്ചമാവും? നമുക്കൊരുമിച്ചതൊന്ന് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. അതെ, തുടങ്ങുന്നതിന് മുമ്പ് ഈ അധ്യായത്തിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുന്നത് നല്ലതാണ്, അല്ലേ? തീർച്ചയായും. നമ്മൾ കാണുന്നത് കേനാൻ ദേശം അധികവും വരണ്ട സമതലങ്ങളാണ്. പക്ഷേ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് അബ്രഹാമിന്റെ സഹോദരന്റെ മകനായ ലോത്ത്. അതെ, ലോത്ത് തിരഞ്ഞെടുത്തൊരു സ്ഥലമുണ്ട്, സോദോമിനടുത്തുള്ള യോർദാൻ താഴ്വര. ഒറ്റനോട്ടത്തിൽ ഭയങ്കര ഫലഭൂയിഷ്ടമാണ്, നല്ല ആകർഷകമായ സ്ഥലം. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ഈജിപ്തിലെ നൈൽ നദീതടം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം. ഓഹോ. പക്ഷേ ആ ഒരു ഭൗതിക സമൃദ്ധിക്ക് പിന്നിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ആത്മീയവും രാഷ്ട്രീയവുമായ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതായത് ലോത്തിന്റെ ആ തെരഞ്ഞെടുപ്പ് അത് കാഴ്ചയിലുള്ള ഭംഗി മാത്രം നോക്കിയായിരുന്നു. അതവനെ കൊണ്ടെത്തിച്ചത് വലിയൊരു കുഴപ്പത്തിന്റെ നടുവിലേക്കാണ്. ശരിയാണ്. ഇത് തന്നെ നമുക്കൊരു പാഠമാണല്ലേ, ലോകത്തിന്റെ ആ ഒരു ആകർഷണീയതയ്ക്ക് പിന്നാലെ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അതെ അതെ. അപ്പോ ആ അപകടം വരുന്നത് ഒരു വലിയ യുദ്ധത്തിന്റെ രൂപത്തിലാണല്ലേ? അതെ, കിഴക്ക് നിന്നുള്ള 4 രാജാക്കന്മാർ. പേർ ഓർത്തുവെക്കാൻ കുറച്ചു പാടാണ്. ബാബിലോണിയയിലെ ഷിനാർ രാജാവായ അമ്രാഫെ, പിന്നെ ഏലാസറിലെ അരിയോക്, ഏലാമിലെ കെദോർലായോമർ, ഗോയിമിലെ തിദാൽ. ഇവരെ 4 ഒരു സഖ്യമായിട്ട് യോർദാൻ താഴ്വരയിലെ 5 പട്ടണങ്ങളിലെ രാജാക്കന്മാർക്കെതിരെ വരികയാണ്. ആ 5 പട്ടണങ്ങള് ഏതൊക്കെയായിരുന്നു? പേലയ്ക്ക് സോവാർ എന്നും പേരുണ്ട്. ഓക്കെ, എന്തിനായിരുന്നു ഈ യുദ്ധം? ഈ 5 താഴ്വര രാജാക്കന്മാർ അവരെ 12 വർഷത്തോളം ഏലാമിലെ രാജാവില്ലേ കെദോർലായോമർ. അതെ, അദ്ദേഹത്തിന്റെ കീഴടങ്ങി കപ്പം കൊടുത്തുകൊണ്ടിരുന്നവരാണ്. പക്ഷെ 13-ാം വർഷം അവർക്ക് തോന്നി ഇനി കപ്പം കൊടുക്കണ്ട എന്ന്. ഒരു മത്സരം. ഓഹോ, അങ്ങനെ. അതെ, ആ മത്സരത്തിന്റെ ഒരു പ്രതികാരമാണ് ഈ യുദ്ധം. അപ്പോ ഈ താഴ്വര രാജാക്കന്മാരുടെ ആ ഒരു മത്സരം അത് വലിയൊരു സൈനിക നടപടിയിലേക്ക് നയിച്ചു. കെദോർലായോമരും കൂട്ടരും അവരുടെ മുഴുവൻ ശക്തിയും എടുത്ത് തിരിച്ചടിച്ചു. ഈ യുദ്ധം നടന്ന സ്ഥലം സിദ്ധീൻ താഴ്വര. അതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ ഒരു പ്രത്യേക പരാമർശമുണ്ട്. അതെന്താണ്? അത് കീഴ്ക്കുഴികൾ നിറഞ്ഞതായിരുന്നു എന്ന്. അതായത് ബിറ്റുമെൻ പിറ്റ്സ്, പ്രകൃതിദത്തമായ ടാർ അല്ലെങ്കിൽ കീല്, അതങ്ങനെ കെട്ടിക്കിടക്കുന്ന കുഴികൾ. അപ്പോ യുദ്ധത്തിനിടയിലെ ഈ സോദോമിലെയും ഗൊമോറയിലെയും രാജാക്കന്മാർ തോറ്റോടുമ്പോൾ അവരുടെ സൈന്യത്തിലെ ഒരുപാട് പേരെ ഈ കുഴികളിൽ വീണുപോയി. അതൊരു വലിയ ദുരന്തം തന്നെയായിരുന്നു. ഹോ, ഭീകരം തന്നെ. അപ്പൊ യുദ്ധത്തിന്റെ ഫലം എന്തായി? അനന്തരഫലം വളരെ ഭീകരമായിരുന്നു. കിഴക്കൻ രാജാക്കന്മാർ ജയിച്ചു. അവര് സോദോമിലെയും ഗൊമോറയിലെയും സകല സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം കൊള്ളയടിച്ചു. അയ്യോ. അതിനേക്കാളൊക്കെ വേദനിപ്പിക്കുന്ന കാര്യം, സോദോമിലായിരുന്നല്ലോ ലോത്ത് താമസിച്ചിരുന്നത്. അതെ. ലോത്തിനെയും അവര് തടവുകാരനായിട്ട് പിടിച്ചോണ്ടുപോയി. കഷ്ടം. ലോത്തിന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം അവര് കവർന്നു. നോക്കൂ, ലോത്ത് അത്ര ആഗ്രഹിച്ച് തെരഞ്ഞെടുത്ത ആ സമൃദ്ധിയുടെ താഴ്വര അവസാനം അവന് നൽകിയത് നാശവും ബന്ധനവുമാണ്. വളരെ ശരിയാണ്. അപ്പോൾ ഈ സമയത്താണ് അബ്രാം രംഗത്തേക്ക് വരുന്നതല്ലേ? അതെ, കഥയുടെ ഗതി മാറുന്നത് എവിടെയാണ്? യുദ്ധത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട ഒരാൾ ഓടി ഹെബ്രോണിലെത്തുന്നു. അവിടെ മമ്രയുടെ ഓക്കുമരത്തോപ്പിലാണ് അബ്രാം. അല്ല, അന്ന് അബ്രാം എന്നാണല്ലോ പേര്. ശരിയാണ്, അബ്രാം. അതെ, അബ്രാമിനെ ഈ വിവരം അറിയിക്കുന്നു. തന്റെ സഹോദരന്റെ മകൻ ശത്രുക്കളുടെ കയ്യിലായെന്ന് കേട്ടപ്പോ അബ്രാം വെറുതെ ഇരുന്നില്ല. അവിടെയാണ് നമ്മൾ ആ വിശ്വാസവീരനെ കാണുന്നത്. ഉടനടിയുള്ളതും ധീരവുമായ ഒരു പ്രതികരണം. എന്തോ ചെയ്തു അദ്ദേഹം തന്റെ വീട്ടിൽ ജനിച്ചു വളർന്നവരും ഒരുപക്ഷെ യുദ്ധതന്ത്രങ്ങളിലൊക്കെ പരിശീലനം കിട്ടിയവരുമായ 318 വിശ്വസ്തരായ ദാസന്മാരെ ഒരുമിച്ച് കൂട്ടി. 318 പേരോ? അതെ, 318 പേര്. ഇതൊരു ചെറിയ സംഖ്യയല്ല കേട്ടോ. അക്കാലത്തെ ഒരു ഗോത്രത്തലവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സൈനിക ശേഷി തന്നെയാണ്. ശരിയാണ്. വെറും 318 പേരുമായിട്ട് 4 രാജാക്കന്മാരുടെ ഒരു വലിയ സഖ്യസൈന്യത്തെ നേരിടാൻ പോവുക, അത് മാനുഷികമായി ചിന്തിച്ചാൽ ഒരു സാഹസം തന്നെയല്ലേ? തീർച്ചയായും. പക്ഷെ അബ്രാമിനെ നയിച്ചത് വെറും ആ രക്തബന്ധത്തോടുള്ള സ്നേഹം മാത്രമല്ല, അതിലുപരി
ദൈവത്തിലുള്ള ആ ഉറച്ച വിശ്വാസമാണ്. ഉം. ദൈവം കൂടെയുണ്ടാകും എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ രാജാക്കന്മാരെ പിന്തുടർന്ന് ദാൻ എന്ന സ്ഥലം വരെ എത്തി. ഓക്കേ. അവിടെ വെച്ച് രാത്രിയിൽ തന്റെ ആളുകളെ പല ഗ്രൂപ്പുകളായി തിരിച്ചു. എന്നിട്ട് ശത്രുപാളയത്തിൽ ഒരു മിന്നലാക്രമണം നടത്തി. കൊള്ളാം. തന്ത്രപരം. അതെ, ഈ തന്ത്രം ഫലം കണ്ടു. ശത്രുക്കൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉം. ദൈവം അബ്രാമിന്റെ കൂടെയുണ്ടായിരുന്നു. ശത്രുസൈന്യം ചിന്നിച്ചിതറി ഓടി. അബ്രാമും കൂട്ടരും അവരെ ദമാസ്കസിന്റെ വടക്കുള്ള ഹോബ എന്ന സ്ഥലം വരെ ദുരത്തിയോടിച്ചു. വലിയ വിജയം. അതെ, ഈയൊരു രക്ഷാദൗത്യത്തിലൂടെ അബ്രാം ലോത്തിനെയും കുടുംബത്തെയും മോചിപ്പിച്ചു. അതുപോലെ ആ കൊള്ളയടിക്കപ്പെട്ട സമ്പത്തും മറ്റു തടവുകാരെയുമെല്ലാം വീണ്ടെടുത്തു. ഇത് വിശ്വാസം എങ്ങനെയാണ് പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണല്ലേ? തീർച്ചയായും. വെല്ലുവിളികൾ വരുമ്പോൾ തളർന്നിരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കണമെന്നൊരു ആഹ്വാനം ഇതിലുണ്ട്. അതെ. അപ്പോൾ ഈ വിജയമെല്ലാം കഴിഞ്ഞ് അബ്രാം മടങ്ങി വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ടല്ലോ. ശരിയാണ്. ഒന്നാമത്തേത് ആ തോറ്റുപോയ സോദോം രാജാവ്. അയാൾ അബ്രാമിനെ കാണാൻ വരുന്നുണ്ട്. എന്നാൽ അതിനു തൊട്ടുമുമ്പ് വളരെ അപ്രതീക്ഷിതവും എന്നാൽ എന്താ പറയാ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരാളുമായിട്ട് അബ്രാം കണ്ടുമുട്ടുന്നുണ്ട്. അതാരാണ്? ശാലേം, അതായത് സമാധാനത്തിന്റെ നഗരം. പിൽക്കാലത്ത് യെരുശലേം എന്ന് കരുതപ്പെടുന്ന സ്ഥലം. അവിടത്തെ രാജാവ്, അതിലുപരി അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ കൂടിയായ മെൽക്കിസെദെക്ക്. മെൽക്കിസെദെക്ക് ബൈബിളിലെ വളരെ നിഗൂഢമായ എന്നാൽ വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരേ സമയം രാജാവും പുരോഹിതനുമാണ്. ഓ, അത് ശരിയാണല്ലോ. അതൊരു അസാധാരണമായ സംഗതിയാണ്. അദ്ദേഹം വന്നിട്ട് അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നു. അപ്പവും വീഞ്ഞും. അതെ. എന്നിട്ട് അബ്രാമിനെ അനുഗ്രഹിക്കുന്നു. ഈ അപ്പവും വീഞ്ഞും പിന്നീട് നമ്മുടെ കർത്താവായ യേശു സ്ഥാപിച്ച തിരുവത്താഴത്തിന്റെ ഒരു മുന്നോടിയായിട്ടൊക്കെ പലരും കാണാറുണ്ട്. ശരിയാണ്. മെൽക്കിസെദെക്കിന്റെ ആ അനുഗ്രഹവാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവം അബ്രാമിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അതായത് വിജയത്തിന്റെ മുഴുവൻ മഹത്വവും അദ്ദേഹം ദൈവത്തിന് കൊടുക്കുന്നു. കൃത്യമായി, അദ്ദേഹം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ ഒരു അനുഗ്രഹത്തിനും ദൈവമഹത്വീകരണത്തിനും മുന്നിൽ അബ്രാമിന്റെ പ്രതികരണം എന്തായിരുന്നു? അതാണ് ഏറ്റവും പ്രധാനം. അബ്രാം താൻ വീണ്ടെടുത്ത ആ സകല സമ്പത്തിൽ നിന്നും ദശാംശം, അതായത് 10 മെൽക്കിസെദെക്കിന് നൽകി. ദശാംശം നൽകി. അതെ, ഇത് ദൈവത്തോടുള്ള അബ്രാമിന്റെ നന്ദിയാണ്, ആരാധനയാണ്. തനിക്ക് കിട്ടിയതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും ആ വിജയത്തിൽ ദൈവമാണ് പ്രവർത്തിച്ചതെന്നും അബ്രാം പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഈ ദശാംശം കൊടുക്കുന്നത് ദൈവത്തിന്റെ ആ പരമാധികാരത്തെയും തന്റെ ജീവിതത്തിൽ ദൈവത്തിനുള്ള സ്ഥാനത്തെയും അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് നമുക്കെല്ലാവർക്കും പുതിയ നിയമവിശ്വാസികൾക്കും കൊടുക്കലിന്റെ ഒരു മാതൃക കൂടിയാണ്. ശരിയാണ്. അപ്പോ മറ്റേ കൂടിക്കാഴ്ചയോ സൊദോം രാജാവുമായിട്ടുള്ളത്? അതും നടക്കുന്നുണ്ട്. സോദോം രാജാവ് അബ്രാമിനോടൊരു ഓഫർ വെക്കുകയാണ്. എന്താണത്? ആളുകളെ എനിക്ക് തിരിച്ചതാ, പക്ഷേ ആ കൊള്ളയടിച്ച മുതലെല്ലാം നീ എടുത്തോ. അപ്പൊ അബ്രാം എന്ത് ചെയ്തു? അബ്രാമിന്റെ പ്രതികരണം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. അദ്ദേഹം ആ ഓഫർ പൂർണ്ണമായും നിരസിച്ചു. മുഴുവനായിട്ടും? അതെ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, അബ്രാമിനെ സമ്പന്നനാക്കിയത് ഞാനാകുന്നു എന്നു നീ പറയാതിരിക്കേണ്ടതിനോ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിന്നുള്ള യാതൊന്നും എടുക്കുകയില്ല എന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്കും ഞാൻ കൈയുയർത്തുന്നു. എന്തൊരു നിലപാട്! അവിശ്വസനീയം. അതെ. തന്റെ ഭൗതിക സമ്പത്തിന്റെ ഉറവിടം മനുഷ്യരല്ല, അത് അത്യുന്നതനായ ദൈവം മാത്രമാണെന്ന് ലോകം അറിയണം എന്ന് അബ്രാം ആഗ്രഹിച്ചു. ഒരു നൂലുപോലും ഒരു ചെരുപ്പുവാറുപോലും എടുക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. ദൈവത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ സമ്പൂർണമായ ആശ്രയത്വമാണ് കാണിക്കുന്നത്. ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി തന്റെ സാക്ഷ്യം കളയാൻ അദ്ദേഹം തയ്യാറായില്ല. ശരിക്കും വലിയൊരു മാതൃകയാണത്. അതെ. ഈ അധ്യായം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, യഥാർത്ഥ വിശ്വാസം നമ്മളെ വെല്ലുവിളികൾക്ക് നടുവിൽ ധൈര്യത്തോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. അബ്രഹാം ലോത്തിന്റെ രക്ഷിക്കാൻ പോയതുപോലെ. അതെ. നമ്മുടെ വിശ്വാസം സ്നേഹത്തിലും നീതിയിലും അടിസ്ഥാനപ്പെട്ട പ്രവൃത്തികളിലേക്ക് നമ്മെ നയിക്കണം. രണ്ടാമത്, മെൽക്കിസേദെക്കുമായുള്ള ആ കൂടിക്കാഴ്ച, ദശാംശം നൽകിയത്, അതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയത്തിനും അനുഗ്രഹത്തിനും കാരണം ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തെ പരസ്യമായി മഹത്വപ്പെടുത്തണം. ശരിയാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് അവിടുത്തെ ഉടമസ്ഥാവകാശത്തെ അംഗീകരിക്കലാണ്. നമ്മുടെ ഉയർച്ചയുടെ കാരണം ദൈവമാണെന്ന് ലോകം അറിയണം. അതെ. നാലാമതായിട്ട്,
ഒരുപക്ഷെ ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം, ലോത്ത് തെറ്റായ തീരുമാനമെടുത്തു, അപകടത്തിൽപ്പെട്ടു. എന്നിട്ടും അബ്രാം അവനെ കൈവിട്ടില്ല. ശരിയാണ്, അവനെ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ചു. അതെ, ഇത് വഴിതെറ്റിപ്പോകുന്നവരെ തേടിവരുന്ന ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തിന്റെയും കൃപയുടെയും ഒരു മനോഹരമായ ചിത്രം നമുക്ക് നൽകുന്നു. അബ്രാം അവിടെ ദൈവസ്നേഹത്തിന്റെ ഒരു ഉപകരണമായി മാറുകയായിരുന്നു. നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്നിത് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും. ഇതിനെല്ലാം ശേഷം അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ടു പറയുന്നതാണ്. അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ആഹാ, അത് കൊള്ളാം. സോദോമിന്റെ സമ്പത്ത് വേണ്ടെന്നു വെച്ച അബ്രാമിന് ദൈവം തന്നെ പ്രതിഫലമായി മാറുന്നു. അതെ, ഇതിലും വലിയൊരു ഉറപ്പ് വേറെ എന്തുണ്ട്, അല്ലേ? ഇല്ല. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തെരഞ്ഞെടുപ്പുകൾ വരും. ലോകത്തിന്റെ വഴിയോ അതോ ദൈവത്തിലുള്ള ആശ്രയമോ? അബ്രാമിന്റെ മാതൃക നമുക്കൊരു വഴികാട്ടിയാകട്ടെ. അതെ പ്രിയരെ, അബ്രഹാമിന്റെ ഈ യാത്ര, ഈ അനുഭവം നമ്മുടെ എല്ലാം ആത്മീയ യാത്രയ്ക്കൊരു വലിയ പ്രചോദനമാകട്ടെ. വിശ്വാസത്തിൽ ധൈര്യത്തോടെ മുന്നോട്ടു പോകാനും എല്ലാ കാര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താനും ലോകത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിക്കാനും മറ്റുള്ളവരിലേക്ക് ആ ദൈവസ്നേഹം പകരാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈ ചിന്തകളോടെ നമുക്കൊരുമിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ഞാൻ ഈ പ്രാർത്ഥന നയിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ, ആവശ്യങ്ങളെയൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വർഗീയ പിതാവേ, അബ്രഹാമിന്റെ ജീവിതത്തിലെ ഈ നിർണായകമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവന്റെ വിശ്വാസത്തിൽ നിന്നും ധൈര്യത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളെ വിളിക്കുമ്പോൾ മാനുഷികമായ അസാധ്യമെന്ന് തോന്നുന്ന വെല്ലുവിളികൾക്ക് നടുവിലും അങ്ങയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുവാനുള്ള ധൈര്യവും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ലോകം നൽകുന്ന എളുപ്പവഴികളോ അതിന്റെ ആകർഷണങ്ങളോ തെരഞ്ഞെടുക്കുന്നതിനു പകരം അങ്ങയുടെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതുമാത്രം പ്രവർത്തിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിജയത്തിനും ഓരോ അനുഗ്രഹത്തിനും കാരണം അങ്ങ് മാത്രമാണെന്ന് പൂർണ്ണമായി ഏറ്റുപറയാനും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ യഥാർത്ഥ സമ്പത്തും സുരക്ഷിതത്വവും അങ്ങയിൽ മാത്രമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാനും ലോകത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. വഴിതെറ്റിപ്പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കാനും അവരിലേക്ക് അങ്ങയുടെ സ്നേഹം എത്തിക്കാനും ഞങ്ങളെ അവിടുത്തെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് മഹത്വം കരയേറ്റുന്ന ഒന്നായിത്തീരണമേ. ഞങ്ങളുടെ രക്ഷകനും നിത്യപുരോഹിതനും സമാധാനത്തിന്റെ രാജാവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിൽ എഴുതാം. ഞങ്ങളുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഒരുമിച്ച് വചനം പഠിച്ച് ആത്മീയമായി വളരാം. അടുത്ത ആഴ്ച ഉൽപ്പത്തി പുസ്തകത്തിലെ അടുത്ത അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ദൈവത്തിന്റെ കൃപയും സമാധാനവും നേരുന്നു.